ഹേ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അതിഥീനെ കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ദിവസത്തെ ഇങ്ങനെ ആഗ്രഹമായിരുന്നു കേട്ടോ ഇതിനെ വളർത്തണമെന്ന്. അപ്പോൾ വലുതിനെ കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു കുഞ്ഞിനെ തപ്പി നടക്കുമായിരുന്നു നമ്മൾ. അപ്പോൾ ഇതിൻ്റെ വലിയ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയായിരിക്കും. അപ്പോൾ നമ്മൾ മേടിച്ച ചെറിയൊരു ഇനത്തിൽപ്പെട്ട ഒരു സംഭവമാണ്. അപ്പം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അകത്ത് കിടന്ന് പുള്ളി കരയുന്നുണ്ട്. ഇപ്പോൾ ഫുഡ് കൊടുത്തുള്ളൂ, പക്ഷേ അത് പറക്കാനായിട്ടുള്ള ഒരു ഇതാട്ടോ, കുഞ്ഞായി ഇതായി വന്നല്ലേ ഉള്ളൂ. അപ്പം പറക്കാനായിട്ടുള്ള ഒരു ഇത് ആണ്. അകത്ത് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം അതിനെ ഗൈസ്. അപ്പോൾ ഇതാണ് ദേ നമ്മുടെ ഐറ്റം, ഒരു കോക്ടെയിലിൻ്റെ കുഞ്ഞാട്ടോ. അപ്പോൾ ഇത് കണ്ണു തുറന്ന് ഏകദേശം വലിയ മാസങ്ങളൊന്നും ആയിട്ടില്ല, 3-4-5 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കോക്ടെയിലിൻ്റെ കുഞ്ഞ്. ഇത് വലിയ മാസമൊന്നും ആയിട്ടില്ല കേട്ടോ, കണ്ണ് തുറന്ന് ഒരു 3-4 മാസമൊക്കെ ആയിട്ടുള്ളൂ. കുഞ്ഞിനെ കിട്ടണം, എന്നാലേ നമ്മളായിട്ട് ഇണക്കിയൊക്കെ വളർത്താൻ പറ്റുള്ളൂ. അപ്പോൾ കുഞ്ഞിനെ അന്വേഷിച്ച് നമ്മൾ ഒത്തിരി നടന്നു. അപ്പം നമ്മുടെ ഇവിടെ ഒന്നും കുഞ്ഞിനെ ഒന്നും കിട്ടാനില്ല കേട്ടോ. ഞാൻ ഒത്തിരി കടകളിൽ കയറി അന്വേഷിച്ചു. അപ്പോൾ ഓൺലൈനൊക്കെ ഭയങ്കര റേറ്റുമായിരുന്നു. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പോയപ്പോഴാണ് ഇതിനെ കണ്ടത്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഞാൻ മേടിച്ചു കേട്ടോ, കാരണം വളർത്താൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇത് നടക്കാറൊന്നും ആയിട്ടില്ല, ജസ്റ്റ് കാലിങ്ങനെ പിടിച്ച് നിൽക്കും, കാരണം കൂടിലൊന്നും ഇടാറായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് പേസ്പോർട്ട് പെട്ടി തന്നെയാണ് ഇനിയിപ്പം ഇടുന്നത്, കാരണം കമ്പിയിലൊന്നും പിടിച്ച് നിൽക്കാനുള്ളൊരു സെറ്റപ്പ് ആയിട്ടില്ല. അപ്പോൾ എൻ്റെ വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു ഈ തത്തകളിൽ ഏതെങ്കിലും ഒന്നിനെ വളർത്തുന്നത്. കാരണം എനിക്ക് കിട്ടിയായിരുന്നു ഒരു തത്തേനെ. അപ്പോൾ അത് നാടൻ തത്തയായിരുന്നു, പക്ഷെ അത് വലുതായിരുന്നു, നമ്മളായിട്ട് ഒട്ടും ഇണങ്ങാത്ത ഒരു രീതിയിലുള്ള ഇതായിരുന്നു. അപ്പം കുഞ്ഞുങ്ങളെ കിട്ടിയാലേ മാത്രമേ അത് ഇണങ്ങുള്ളൂ. അതും കണ്ണ് തുറക്കാത്തതിനൊക്കെ കിട്ടുവാണെങ്കിൽ അതിനെ നോക്കാൻ ഇച്ചിരി പാടാണ്. ഇപ്പം ഇതിനെ നോക്കാൻ ഭയങ്കര പാടാണ്, കാരണം നമ്മൾ ഫുഡ് ഇങ്ങനെ സിറിഞ്ചിൽ ഫീഡ് ചെയ്ത് കൊടുക്കണം എപ്പോഴും. അല്ല, ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എപ്പോഴും ആരെങ്കിലും ഒരാൾ ഇതിൻ്റെ കൂടെ വേണം, അതൊരു വലിയ പാടാണ്. വലുതിനെ കിട്ടുവാണെങ്കിൽ ആ ഒരു ടെൻഷനില്ല, പക്ഷെ അത് ഇണങ്ങൂല. ഈ ചെറുതിനെ കിട്ടിയാലാണ് ഇത് ഇണങ്ങുള്ളത്. ഇങ്ങനെ നമ്മുടെ നേരത്തൊക്കെ കയറിയിരിക്കും. ഇപ്പം ഇത് നടക്കാറൊന്നും ആയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണേ. അപ്പോൾ നമുക്ക് കൂടിലും ഇടാൻ പറ്റില്ല, കാരണം കാലിനൊക്കെ ഒരു ബലമായി വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പുതിയൊരു കൂടൊക്കെ മേടിച്ച് അതിലേക്ക് മാറ്റുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലം ഇത്രേ ഉള്ളൂ. അപ്പോൾ നല്ല രസമുള്ള കുഞ്ഞാട്ടോ, അത്യാവശ്യം കാണാൻ നല്ലൊരു ഇതുണ്ട്. അപ്പോൾ ഇതിനെ മനസ്സിലാകാത്തവർക്ക് ഞാൻ ഇതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഇട്ട് കാണിച്ചു തരാം. ഏതാണ് കോക്ടെയിലിൻ്റെ കുഞ്ഞാണിത്, കോക്ടെയിലിൻ്റെ. അപ്പോൾ വലിയ വിലയൊന്നും ആയിട്ടില്ല. പിന്നെ സംസാരിക്കുന്ന ഒരു തത്തയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഭയങ്കര റേറ്റാണ്, 10 രൂപയൊക്കെ മണ്ടയിലാണ് കുഞ്ഞിനെ ഒരു റേറ്റ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ചെറുതിനെയാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനെ വളർത്തിയിട്ട് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ നമ്മൾ ഇതിനൊരു പേര് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാച്ചു എന്നാണ് നമ്മൾ പേരിട്ടേക്കുന്നത്. പാച്ചു എന്ന് വിളിക്കുമ്പോഴത്തേനും നമ്മുടെ ഒരു ചെറിയ ശബ്ദം കേട്ടാൽ മതി, അപ്പോൾ പുള്ളി ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങും. ഇതുപോലെ ഇങ്ങനെ കേട്ട് തലയിട്ട് ഇങ്ങനെ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ പറക്കാനുള്ള ഒരു സെറ്റപ്പാണ്. പുള്ളി എപ്പോഴും ഇങ്ങനെ പറക്കാൻ ചിറകിട്ട് കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. കൂട്ടിക്കിടന്നൊക്കെ, കൂട്ടല്ല, പേസ്പോർട്ടിൻ്റെ അകത്ത് കിടന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇച്ചിരി കോസ്റ്റ്ലി ആട്ടോ വളർത്താൻ ഗൈസ്. അപ്പോൾ അതിൻ്റെ ഫുഡിനൊക്കെ ഒടുക്കത്തെ റേറ്റ് ആട്ടോ, 150 ഗ്രാമിനൊക്കെ 500 രൂപ മേളിൽ ഫുഡിന് വിലയാണ്. അപ്പം ഞാൻ മേടിച്ചു ഇതിന് കൊടുക്കാൻ വേണ്ടി. ഇനി മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് മേടിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. 150 ഗ്രാമിന് 500 രൂപ മേളിലാണ്. അത് വലിയ ദിവസമൊന്നും ഉണ്ടാവില്ല ഇത് ഇത് നന്നായിട്ട് ഫുഡും കഴിക്കുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം 3 നേരം ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെക്കുന്നത് തീർന്നു പോകും. 500 രൂപ മേളിലാണ് ഫുഡിൻ്റെ വില. അപ്പോൾ എന്തായാലും നമ്മൾ മേടിച്ചു പോയില്ല, ഇനി നമുക്ക് വളർത്തി സെറ്റാക്കി എടുക്കണം. അപ്പം ഇതാണ് നമ്മുടെ പാച്ചു. ഹലോ പറഞ്ഞേ, ഹലോ ഗൈസ്. അപ്പോൾ നമ്മുടെ പാച്ചുവിൻ്റെ വീഡിയോസ് ഇനി നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും തന്നെ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇടാറില്ല. അപ്പോൾ പാച്ചുവിൻ്റെ വീഡിയോ കാണുന്ന ആഗ്രഹമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ പറഞ്ഞുതരാം. ബൈ ഗൈസ്.